ഈ കാണുന്നത് കറുകുറ്റി ക്രിസ്തുരാജ ആശ്രമം പള്ളി. ഇതൊരു ഇടവക പള്ളിയാണ്. CMI ആശ്രമത്തിൻ്റെ സെമിനാരിയുടെ ഒരു ആസ്ഥാനം കൂടിയിട്ടാണ് കറുകുറ്റിയിൽ. ഇതിൻ്റെ ഒരു ദൃശ്യമനോഹാരിത ആസ്വദിക്കണമെങ്കിൽ ശരിക്കും ഡയറക്റ്റ് നേരിട്ട് വന്ന് കാണണം. ഈ സ്റ്റെപ്പുകൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് താഴേക്ക് പോയിട്ട് താഴെ റെയിൽവേ സ്റ്റേഷനാണ്. ഈ കാണുന്നത് ചെറിയൊരു ഗാർഡനാണ്. ഇവിടെ കറുകുറ്റിയിൽ ഏറ്റവും ആംബിയൻസുള്ള ദൃശ്യമനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു ഗൃഹാതുരത്വം വളർത്തുന്ന ഓർമ്മകളുള്ളൊരു സ്ഥലമാണ് എനിക്ക് ഈ സ്ഥലം. കാരണം വേറെ ഒന്നുമല്ല, ആ കാണുന്നത് സെൻറ്റ് തോമസ് UP സ്കൂളാണ്. ഇത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇവിടെ 8ാം ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെയാണ് ക്ലാസ്സിൽ വന്നത്. താഴെ സ്റ്റാർ ജീസസ് ഹൈസ്കൂൾ ഉണ്ടെങ്കിലും അവിടെ ബിൽഡിംഗ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 8ാം ക്ലാസ്സിൽ ജസ്റ്റ് തുടങ്ങിയത് ഈ സ്കൂളിൽ വെച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ താഴെ സ്റ്റെപ്പ് കയറി ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് ഇറങ്ങി വരുന്ന ഒരു കാലഘട്ടം. ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ കയറി റെയിൽവേ ക്രോസ് കയറി ഒരു 10-200ഓളം സ്റ്റെപ്പുകൾ കയറി 1 കിലോമീറ്ററോളം നടന്ന് ഇങ്ങനെ കയറി വരും. ജസ്റ്റ് ഈ പള്ളിയിലേക്ക് വന്നൊന്ന് കുരിശൊക്കെ വരച്ചിട്ടാണ് സ്കൂളിലേക്ക് പോകാറുള്ളത്. വല്ലാത്തൊരു കാലഘട്ടം. പക്ഷേ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അന്നൊന്നും ഇതേപോലെയുള്ളൊരു ചൂടും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഒരു 40 ഡിഗ്രിയാണ്, അന്ന് 32 ഡിഗ്രി ഉള്ളൂ. അതേപോലത്തെ ഒരു നല്ല ക്ലൈമറ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും കൂടിയിട്ടൊന്നും നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. മാത്രമല്ല ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ച് വളർന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മധുരതരമായിട്ടുള്ള ഓർമ്മകളായി ശരിക്കും ജീവിതം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കോടതിയിലെ വെക്കേഷനിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിരുന്ന സ്കൂളിൽ തന്നെ നമുക്ക് വരാനും അത് നമുക്ക് ആ ദൃശ്യഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഈ ദൃശ്യങ്ങൾ പകർത്താനും പറ്റാമെന്ന് പറഞ്ഞാൽ തന്നെ അത് നമുക്ക് നല്ലൊരു ഓർമ്മകളാണ്, നല്ലൊരു പാസ്റ്റാണ്. കാരണം നമ്മൾ എല്ലാം നേടിയ മാതിരി നമുക്കൊരു തോന്നലുണ്ടോ എന്തായാലും എല്ലാവരും ഒരു ഓർമ്മപ്പെടുത്തലുകൾ. നമുക്കൊക്കെ നമ്മുടെ ഭൂതകാലം എന്ന് പറയുന്നത് അതിൽ കഷ്ടപ്പാട് നിറഞ്ഞാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ ആ ഭൂതകാലത്തിലേക്ക് മടങ്ങി പോകുന്ന സമയത്ത് നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ പ്രായം എന്തായിരുന്നോ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്കത് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. ഒരു വേള നമ്മൾ ആ കാലഘട്ടം തിരിച്ചു വരാനായിട്ട് ആഗ്രഹിച്ച് തിരിച്ചു വരില്ല എങ്കിൽ കൂടിയിട്ട് അത് മനസ്സിലൊരു മധുരമായിട്ടുള്ള നൊമ്പരമാണത്. മധുര നൊമ്പരം എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങൊന്നും നൊമ്പരമല്ല ആ ഒരു കാലഘട്ടം. എന്തായാലും എൻ്റെ സ്കൂളിനെ ഒരിക്കൽ കൂടി കാണിക്കുന്നു. CMIയുടെ എല്ലാ സ്ഥാപനങ്ങളും വളരെ പ്രകൃതിയുടെ ഹരിതാപമാർന്ന ഒരു അന്തരീക്ഷത്തിലായിരിക്കും. മിക്കവാറും കുന്നുംപുറങ്ങളിലായിരിക്കും. അവർ 200-300 വർഷം മുമ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കണ സ്ഥലങ്ങളൊക്കെ പിന്നീട് വളരെ വലിയ രീതിയിൽ ഈ ലാൻഡ് വാല്യൂം കൂടിയിട്ട് വലിയ എല്ലാ തരത്തിലും നല്ല ഉയർച്ചയിൽ തന്നെ വന്നിട്ടുള്ളൊരു അനുഭവമുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ ക്രൈസ്റ്റ് പോലുള്ള സ്ഥലം 100 ഏക്കർ സ്ഥലത്താണ് ധർമ്മവരം ക്രൈസ്റ്റ് കോളേജ് ഇരിക്കുന്നത്. അത് അന്ന് സ്ഥാപിക്കുന്ന സമയത്ത് അതൊരു വല്ലാത്ത ഗ്രാമപ്രദേശമായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു സെൻറ്റിന് 1 കോടി രൂപ വരെ വിലയുള്ള സ്ഥലത്താണ് 100 ഏക്കറോളം സ്ഥലം അവിടെ ഉള്ളത്. വല്ലാത്തൊരു വിഷനുള്ളൊരു ആളുകളാണ് CMIക്കാർ. ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല, അത് അവരുടെ കാഴ്ചപ്പാടാണ് എന്നുള്ളത്. നമ്മൾ നന്നായിട്ട് പണിയെടുത്ത് കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളർച്ചയുണ്ടാവും. അതിനിപ്പോൾ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അസൂയപ്പെടേണ്ട ആവശ്യമില്ല. അത് ഓരോരുത്തരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. അത് സഭയായാലും മനുഷ്യരായാലും. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തുന്നു. ഇതേപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടിയുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള വളർച്ച തന്നെ. സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഈ സ്കൂളിൽ നിന്നുള്ള ഇംഗ്ലീഷിൻ്റെ ബേസ് വളരെ കൺസ്ട്രക്റ്റീവായിരുന്നു. നമുക്ക് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാനും ഒരു ലാംഗ്വേജും വെക്കാബുലറിയും ഡെവലപ്പ് ചെയ്യാനും ആ സ്കൂൾ പഠന കാലഘട്ടം നന്നായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് CMI അച്ഛന്മാരോടൊരു കടപ്പാടും കൂടിയുണ്ട്. ഈ സ്റ്റെപ്പൊക്കെ കയറി ഏകദേശം ഒരു 200ഓളം സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം പള്ളിയിലേക്ക് ചെല്ലാൻ. അവിടെ നിന്ന് വീണ്ടും ഒരു 100 മീറ്റർ ചേർന്നിട്ട് സ്കൂള്. അങ്ങനെ ഇത് ഈ താഴേക്കുള്ള വഴി എന്ന് പറയുന്നത് കറുകുറ്റി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ കറുകുറ്റി ജംഗ്ഷനിൽ വന്ന് ബസ് ഇറങ്ങിയിട്ട് ആ റെയിൽവേ സ്റ്റേഷൻ റെയിൽ ക്രോസ് ചെയ്തിട്ട് ഈ വഴികളൊക്കെ മൊത്തം നടന്ന് കയറിയിട്ടാണ് അന്ന് സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഈ സ്റ്റെപ്പൊക്കെ കയറി വല്ലാത്തൊരു ടാസ്ക്കാണ്. എങ്കിൽ കൂടിയിട്ട് അതൊരു വല്ലാത്തൊരു രസമായിരുന്നു ആ കാലഘട്ടത്തിൽ. അന്ന് കുറേ വിഷമം തോന്നിയെങ്കിലും അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് ഇന്നൊക്കെ ഒരു സ്ട്രെയിൻ ചെയ്ത് ജീവിക്കാനുള്ളൊരു ടെൻഡൻസി ഉള്ളത്. എന്തായാലും ഇതൊരു മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ്.
അന്നൊക്കെ പതിവായിട്ട് സന്ദർശനം നടത്തിയിരുന്നൊരു വീടായിരുന്നു ഇത്. നമ്മളൊരു സീനിയറായിട്ടുള്ള ഒരു കൂട്ടുകാരൻ്റെ വീടാണ്. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ കറങ്ങണേൻ്റെ കൂട്ടത്തിൽ ഇങ്ങോട്ടൊക്കെ വരും. ഇത് കറുവറ്റി കോവേന്തയുടെ പിൻഭാഗമാണ്. ഇത് അന്ന് ഈ വീടൊക്കെ സജീവമാണ്. ഇപ്പോൾ ഈ വീടിനൊക്കെ ഏകദേശം ഒരു 10-80 വർഷത്തെ പഴക്കത്തോളം ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം അഡ്വക്കേറ്റാണ്. അദ്ദേഹം വലിയ വീട്ടിലേക്കൊക്കെ മാറി. കുറച്ച് നീങ്ങിയിട്ട് തന്നെ ഇതൊരു വലിയ പറമ്പാണ്. ഈ പറമ്പിൻ്റെ നീങ്ങി കുറച്ച് വലിയ വീട്ടിലേക്ക് അദ്ദേഹം മാറി. മക്കളുടെ കല്യാണം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വല്ലാത്തൊരു ഓർമ്മയാണ് ആ കാലഘട്ടം. ഒരു കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ വരുമാന മാർഗം കൃഷിയിൽ നിന്നുള്ള വരുമാനമായിരുന്നു. ജാതി, തെങ്ങ്, അടിക്കാമരം, അങ്ങനെ മാവ്, ചക്ക എല്ലാം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിനൊക്കെ വരുമാനം ഇല്ലായിട്ടല്ല, പക്ഷേ അതിൽ വലിയ വരുമാനം നമുക്ക് തൊഴിലിൽ നിന്ന് ലഭിച്ചു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ മറന്നു. അന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിന് നമ്മുടെ കായികമായിട്ടുള്ള ചെയ്യുന്നതിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം മാത്രം കിട്ടിയാൽ മതി. ഇന്നത് കിട്ടിയാൽ പോരാ. കാരണം ഇന്നിപ്പോൾ ഇൻ്റലക്ച്വൽ വർക്കുകളാണ്, ബുദ്ധിപരമായിട്ടുള്ള തൊഴിലുകൾ. 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ സാലറിയാണ് കിട്ടുന്നത്. അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീടുകളൊക്കെ ഉപേക്ഷിച്ച ആളുകൾ വീട് താമസത്തിലേക്ക്, വീട് മാത്രം ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുന്നത്. അപ്പോൾ കൃഷിയും പറമ്പുകളൊക്കെ ചിലർ മെയിൻറ്റെയിൻ ചെയ്യും, ചിലർ മെയിൻറ്റെയിൻ ചെയ്യില്ല. ഇങ്ങനൊരു കാലഘട്ടം. പക്ഷെ എന്തായിരുന്നാലും ഇത് കാണുമ്പോൾ വല്ലാത്തൊരു ഗൃഹാതുരത്വം മനസ്സിൽ ഫീൽ ചെയ്യുന്നു. ആ കാലഘട്ടം നമ്മൾ മനസ്സിലേക്ക് തിരിച്ചു വരുന്നു. മുമ്പൊക്കെ ഈ പേര അത്ര വയസ്സുള്ള പേരയാണ്. അപ്പോൾ ഈ പേരയിൽ നിറച്ച് പേരക്കായ ഉണ്ടാവും. അതൊക്കെ കയറി പറിക്കും. മൂക്കുന്നതിന് മുമ്പ് അതൊക്കെ പറിക്കും. പക്ഷേ ഇപ്പോഴും അതിൻ്റെ താഴെ വയസ്സൻ പേര ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. പഴങ്ങൾ താഴെ വീണ് കിടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ആരും പറക്കാനുമില്ല, കുട്ടികളുമില്ല, ആരുമില്ല. ഇപ്പോൾ ഈ വീടിൻ്റെ പരിസരത്തുള്ളവർ വരെ യൂറോപ്പിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു. അതൊരു വല്ലാത്തൊരു അറിവാണ്. കാണുന്ന റബ്ബർ പോരയൊക്കെ ആ കാലഘട്ടത്തിൽ തന്നെ ഉള്ളതാണ്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം മാത്രമേ ഇവിടെ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളിൽ മക്കളൊക്കെ തന്നെ വിദേശത്തേക്ക് പോയി കഴിഞ്ഞു. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ്.